ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. മങ്കാഫിലുള്ള കോപ്പറേറ്റ് സൊസൈറ്റിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങോട്ട് പോയേക്കുമ്പോൾ കുറേ ഷോപ്സ് ഉണ്ട്. അതിൻ്റെ തൊട്ട് നടുവിലായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കളിക്കാനുള്ള ഒരു ഏരിയയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഊഞ്ഞാൽ, അതേപോലെ തന്നെ സ്ലൈഡർ, സീസോ, അങ്ങനെ കുറേ കളിക്കുന്ന ഐറ്റംസൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലാൻ നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഷോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മക്കളിനെ അവിടെ ഇരുത്തിയിട്ട് കളിപ്പിക്കാനും ആരെങ്കിലും നോക്കാനും ഉണ്ടായാൽ നമുക്ക് നന്നായിട്ട് ഷോപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ മക്കളിനെ കുറച്ച് എൻഗേജ്ഡ് ആക്കാനും പറ്റുന്ന ഒരു ഏരിയയാണ്. സാധാരണ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഷോപ്സിൻ്റെ അടുത്ത് പോയാലൊന്നും ഇങ്ങനത്തെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ ഫ്രീ ആയിട്ട് എൻട്രി ആണ് ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് കൗതുകം തോന്നി. എന്തായാലും മോള് അവിടെ കയറിയിട്ട് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് പോലും നല്ല തിരക്കൊന്നും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫാമിലീസൊക്കെ ആയിട്ട് അവിടെ ടീ സ്നാക്സ് പോലെയൊക്കെ വാങ്ങിച്ചു കൊടുന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കുറച്ച് ഒരു ചിറ്റാറ്റ് പോലെ ഒരു സംസാരം, ഫ്രണ്ട്സിനൊക്കെ ഒരു ഗെറ്റ് ടുഗദർ പോലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മക്കൾക്ക് ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ ഷോപ്സും ഉണ്ട്. പിസ്സ ഹട്ട്, പിന്നെ KFC, മക്ഡൊണാൾഡ്സ്, അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഭക്ഷണം വാങ്ങിക്കണം, വിശക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവിടുന്ന് പോയി വാങ്ങിക്കാനും ഒക്കത്തിനും എളുപ്പമാണ്. പല ടൈപ്പ് ഷോപ്സും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അറബിക് ഫുഡ് കിട്ടുന്ന ഷോപ്സും പോലും അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ഹലീസയുടെ ഷോപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഹലീസ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. റൈഡായിട്ട് പോലും അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മോൾക്ക് എല്ലാ റൈഡിലും ഒന്ന് കയറാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവെ ആൾക്കൊരു പേടിയാണ്, സ്ലൈഡറിലൊക്കെ ഇരിക്കാൻ ഭയങ്കര പേടിയാണ്. പിന്നെ നിർബന്ധിച്ചിട്ട് ഓരോന്നും ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അങ്ങനെ ഉണ്ട് ശീലമായി. പിന്നെ പേടിയൊക്കെ മാറി പിന്നെ എല്ലാത്തിലും കയറണം എന്നുള്ളൊരു ടൈപ്പായി. ഇപ്പോൾ ഊഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഊഞ്ഞാൽ കുറേ നേരം ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്ലേ ഏരിയ ഈ എല്ലാ ഷോപ്പിനും തൊട്ട നടുവിലായതുകൊണ്ട് തന്നെ അധികം ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അധികം ചൂടൊന്നും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി മക്കൾ കുറച്ച് നേരം കളിക്കട്ടെ, നമുക്കൊന്ന് ഇരിക്കുക, റെസ്റ്റ് ചെയ്യുക എന്നുള്ള അറേഞ്ച്മെൻറ്റ് പോലും അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള അലീസയുടെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചിക്കൻ്റെ ഉണ്ടായിരുന്നു, മട്ടൻ്റെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കപ്സയും റൈസും അങ്ങനെയുള്ളൊക്കെ ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അലീസയാണ് മട്ടൻ്റെ ഹലീമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ല, പീസസ് കുറച്ച് കുറവായി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ.